ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലീവുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. 2-3 ദിവസമായി ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട്. അപ്പോൾ ഈ തൊടിയിലും പറമ്പിലൊക്കെ രാവിലെ തന്നെ നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പുഴുക്കുണ്ടാക്കുന്നതിൻ്റെ കഥ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശു രാവിലെ തന്നെ നമ്മളെ കറക്കാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വളഞ്ഞും പുളഞ്ഞൊക്കെ തിരിഞ്ഞിട്ട് ഈ ചേമ്പിൻ്റെ തണ്ട് എടുക്കാൻ പോയത്. അപ്പോൾ വേറൊരു സാധനം കൂടി നമുക്ക് വേണം, ഓമക്കായ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലത്തെ താത്തയുടെ ഓമക്കായാണ് കേട്ടോ അത്. അത് ഞാനും അമ്മയും കൂടി പറിക്കാൻ പോയതാണ്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ അരപ്പിക്ക് വേണ്ട മുളക് ഉണ്ടല്ലോ, കാന്താരി മുളക്, അതും കൂടി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ പറിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പച്ചക്കളറൊക്കെ കളയി, മരപ്പാഴ ചൊറിയും. അമ്മ ഇതിന്റെ പച്ചക്കളർ പോണ്ടേ? അപ്പോൾ ഞാൻ ഈ ചേമ്പ് നന്നാക്കേണ്ട ഇടയിൽ കൂടെ ഓരോ അഭിപ്രായങ്ങൾ പറയാനുണ്ട് കേട്ടോ ആൾക്കാരവിടെ. അത് കളയണം, ഇത് കളയണം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേമ്പിൻ്റെ തണ്ട് ഇതൊക്കെ നന്നാക്കിയ കൈ നല്ലോണം ചൊറിയെന്ന് അറിയാം. എന്തായാലും ഉണ്ടാക്കാൻ പുറപ്പെട്ടതല്ലേ, അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് തന്നെ അടങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി അരിഞ്ഞ് കൊത്തി പെറുക്കി കഴുകി ക്ലീനാക്കിയിട്ട് ഒക്കെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൽ അടിക്കുക. കുക്കറിൽ നല്ലോണം വേവിക്കണം കേട്ടോ അത്, എന്നാലും അതിൻ്റെ ചൊറിച്ചിൽ മാറിക്കിട്ടില്ല. അതിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലോണം ചൊറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ വെട്ടി വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് വേവാൻ ആവശ്യത്തിനല്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ തന്നെ ഇട്ട് വേവിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഐറ്റംസിനോട് ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവർക്ക് ഈ KFC, ബർഗർ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. എനിക്ക് നാടൻ കറികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കറികളോടൊക്കെ ഇഷ്ടം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പണ്ടൊക്കെ ഒരു കറിയില്ലാണ്ടിരുന്ന ടൈമിലൊക്കെ നമുക്ക് എൻ്റെ അച്ഛമ്മ നമുക്ക് ഈ പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഈ പച്ചക്കറികളൊക്കെ പൊട്ടിച്ചൊക്കെ കൊണ്ടുവരും, പറിച്ചൊക്കെ കൊണ്ടുവരും. താള്, അതേപോലെ തന്നെ ഓമക്കായ, തകര, അങ്ങനത്തതൊക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് നുറുങ്ങു പണികളൊക്കെ ചെയ്തിട്ട് കറിയാക്കി തരുമായിരുന്നു. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇതിനോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് മീൻ നന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ എനിക്കിപ്പോൾ നമ്മളെ ഓഫീസിലുള്ള പിള്ളേരാണെങ്കിലും എപ്പോൾ നോക്കിയാലും ഈ ബർഗർ അങ്ങനത്തെ ഐറ്റംസ്, KFC, പിസ്സ അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. എനിക്ക് തോന്നി എൻ്റെ അടുത്ത് ചോദിക്കും, ചേച്ചി വാങ്ങിക്കട്ടെ, ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട, എനിക്ക് പിന്നെ അങ്ങനത്തിനോടൊന്നും വലിയ ക്രേസില്ല. എനിക്ക് അപ്പോഴും ഈ മരച്ചീനിയല്ല, പുളക്കിഴങ്ങ്, ഈ കാവത്ത് അങ്ങനത്തെ ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം. എന്താണെന്നറിയില്ല, അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം, കഴിക്കാതിരിക്കില്ല, പക്ഷെ അങ്ങനത്തേനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസിനോട് ആണ് പൊതുവെ. അപ്പോൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയിൽ ഞാൻ ജീരകം, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അറിയുന്നവരുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാം, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല, കുറച്ച് മുന്നിലുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. പിന്നെ മീനിൽ അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് കാണിച്ചു തരാം. നമുക്ക് മീൻ വറുത്തതുണ്ട്. ഇത് പുതിയാപ്പിളക്കോര, മലപ്പുറം ഭാഗത്ത് പുതിയാപ്പിളക്കോര എന്നാട്ടോ പറയാം. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഐറ്റം പുഴുക്കുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൊതുവെ ഇതിനോടാണ് താല്പര്യമെന്ന്. പിന്നെ ഇത് നമ്മളെ ഇലക്കറിയാണ്. ഇലക്കറിയിൽ ഇതും നമ്മളെ പറമ്പിൽ നിന്ന് പറിച്ചത് തന്നെയാണ്. നമ്മളെ കോവയ്ക്ക ഉണ്ടല്ലോ, നമ്മളെ കല്യാണിയുടെ കോവയ്ക്ക. അപ്പോൾ ആ കോവയ്ക്കയുടെ ഇലയും അതുപോലെ തന്നെ ചീരയുടെ ഇലയുണ്ട് കേട്ടോ. അതും കൂടി രണ്ടും കൂടി മിക്സാക്കി താളിച്ചതാണ്. നമ്മളെ മലപ്പുറംകാർക്ക് താളിപ്പ് പ്രധാനപ്പെട്ട സംഭവം തന്നെയാണല്ലോ, അതുണ്ട്. പിന്നെ അത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ, മത്തിക്കറി, ചെറിയ മത്തിയുടെ കറിയാണ്. അപ്പോൾ എല്ലാതും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ഒരു സംതൃപ്തിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.